ലാലേട്ടൻ എന്ന് പറയുന്ന നടൻ അങ്ങനെ ഒരു എതിർപ്പ് ഒരിക്കലും ഒരു തിരക്കഥയിൽ കൈകടത്തുന്ന ഒരാളല്ല അദ്ദേഹം. പക്ഷെ ഞാൻ വായിച്ചു കേട്ടതും അറിഞ്ഞു കേട്ടതും ഒരു സ്ത്രീ അല്ല, ഞാൻ അദ്ദേഹത്തിന്റെ ഒരു തലം പറയാം, ഈ ലാലേട്ടന്റെ ഒരു തലം പറയുകയാണ്. അപ്പൊ അവിടെ ഒരു ഡിസ്കഷൻ നടക്കുന്നുണ്ട്. ഈ എറണാകുളത്ത് നിന്ന് ബിനോയ് എന്ന് പറയുന്ന ഒരാളെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഞാനിത് കേട്ടു. പൃഥ്വിരാജ് അന്നൊരു സ്റ്റാർ ആയിരുന്നില്ലല്ലോ അല്ലേ? കുറച്ച് സിനിമകളിൽ പൃഥ്വിരാജിൽ ഞാൻ കണ്ടൊരു ഗുണം എന്താന്ന് വെച്ചാൽ, അന്ന് കണ്ട പൃഥ്വിരാജ് എന്ന് പറയുന്നത് വളരെ ഓപ്പണായിട്ട് സംസാരിക്കുന്ന, എല്ലാ കാര്യങ്ങളും ഓപ്പണായിട്ട് പറയുന്ന ഒരാളാണ്. കാരണം ലാലേട്ടനെ എനിക്ക് ലാലേട്ടൻ എന്ന് പറയുന്ന കലാകാരനെ എനിക്ക് നന്നായിട്ട് അറിയാം. അദ്ദേഹം ഒരു കഥാപാത്രത്തിന് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കുന്ന ഒരാളാണ്. തന്മാത്രയില് ഡ്രസ്സില്ലാതെ അഭിനയിച്ചോ, ആര് ചെയ്യും? പെട്ടെന്ന് ഞങ്ങൾ കോഴിക്കോട് എത്തി, അവിടെ പോയി ചായ ഒക്കെ കുടിച്ചു. അപ്പോൾ സാറ് പറയുന്നത് കേൾക്കാം, മീര ജാസ്മിനെ കൊണ്ടുവന്നത് സാറാണല്ലോ. സാറ് വണ്ടിയിൽ നിന്ന് പറയുന്നുണ്ട്, മീര ജാസ്മിന് അടുത്ത തമിഴ് പടം കാസ്റ്റ് ഇതായിട്ടുണ്ട്, അതിലെത്ര 50 ലക്ഷം അങ്ങനെ ഏതാണ്ട് വലിയൊരു എമൗണ്ടാണ്. അപ്പം ഞാൻ പറഞ്ഞു, സാറേ എനിക്ക് 50 ലക്ഷം ഒന്നും വേണ്ട, ഒരു 5 ലക്ഷം കിട്ടുന്ന ഒരു നടനെ മതി എന്ന് പറഞ്ഞു. അപ്പം നീ അനങ്ങാതിരിക്കും പറഞ്ഞു. അവിടെ അവരെയൊക്കെ വിജയ് പരിചയപ്പെടുത്തി. അതിലെ പ്രൊഡക്ഷൻ കൺട്രോൾ നമ്മുടെ സിനിമയിൽ വില്ലനാകാൻ സാധ്യതയുള്ള ആളാണ്, സാധ്യതയാണ് നമുക്ക് എന്ന് പറഞ്ഞു. ഞാൻ വിജയ് സിനിമയിലും രാഷ്ട്രീയമായാലും ഒന്ന് ഗോഡ് ഫാദറാണ്. ഒന്നുകിൽ ഗോഡ് ഫാദർ ആയിരിക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും വലിയ പിതാവിൻ്റെ മകനായിരിക്കണം. നമുക്കില്ലല്ലോ. നമ്മൾ ഈ ഗ്രാമത്തിൽ നിന്ന് കപ്പയും മുളക് ചമ്മന്തിയും ഒക്കെ കഴിച്ചിട്ട് മുകളിൽ ദൈവത്തിൻ്റെതായ, കാരണം ഞാൻ ഒരു തികഞ്ഞ ദൈവവിശ്വാസി. ഇപ്പം നമ്മളുടെ മീറ്റിംഗ് അടക്കം ഞാൻ ദൈവത്തിൽ മാത്രം സമർപ്പിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ എല്ലാത്തിനും ദൈവത്തിൻ്റെ ഒരു എഴുത്തുണ്ട്. ഇത് എനിക്ക് വല്ലാത്തൊരു വേദനയായി. പെട്ടെന്ന് തന്നെ ഞാൻ പറഞ്ഞു, ഞാൻ പോവുകയാണ്. കാരണം ഇതൊരു മെഗാ ഫിലിമാണെന്നുള്ളത് എനിക്കറിയാം. സാറ് പറഞ്ഞിട്ടാണെന്നറിയില്ല, ആരും അവിടെ പറഞ്ഞു എന്നുള്ളത് ഞാൻ പിന്നീട് അറിഞ്ഞു. ഈ വേഷം ചെയ്യാൻ അവന് മാത്രമേ കഴിയുകയുള്ളൂ. അതിൻ്റെ കാരണം അദ്ദേഹത്തിൻ്റെ എക്കാലത്തെയും മികച്ച സംവിധാന രചനകൾ ഉണ്ടെങ്കിലും ഞാൻ ചക്രത്തെയും ചെറുതായിട്ട് കാണില്ല. അത് ലംബടത്വം അല്ല, അത് ആക്ച്വലി ലംബടത്വമല്ല. അതായത് ഒക്കെ പോയി കഴിഞ്ഞാൽ ഇതേ ഓരോ വണ്ടിപ്പാടെങ്കിലും എല്ലാം ഉണ്ട്. കാരണം ഞാൻ തന്നെ എത്രയോ പേട്ടകൾ കണ്ടിട്ടുണ്ട്, പെൺകുട്ടികൾ വന്നിട്ട് അല്ലെങ്കിൽ സ്ത്രീകൾ വന്നിട്ട് രാവിലെ പോകുന്നത്. കാരണം ഇതിനു മുമ്പ് ഞാൻ 4 സ്ഥലത്ത് വെച്ച് കണ്ടിട്ടുണ്ട്. ഒരിക്കൽ കസ്തൂരിമാൻ എന്ന് പറയുന്ന പടത്തിൻ്റെ 100-ാം ദിവസം 50 ദിവസം ആഘോഷിക്കുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഒന്നും അദ്ദേഹം അധികം സംസാരിക്കില്ല. ആ ഡിസ്റ്റൻസ് ഇട്ട് എപ്പോഴും നിൽക്കുള്ളൂ. പിന്നെ കൂടെ എപ്പോഴും വലിയൊരു പരിചാരക വൃന്ദം ഉണ്ടാകുന്ന ഒരാളാണ്. അല്ലാതെ ലോഹിതദാസ് സാർ എന്ന് പറയുന്ന ആൾ നമ്മൾ പറയുന്ന മാതിരിയുള്ള ഒരാളേ അല്ല. അദ്ദേഹത്തെ ആക്സസ് ചെയ്യുക, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് എത്തുക എന്ന് പറഞ്ഞാൽ അത് തന്നെ ഒരു മഹാഭാഗ്യമായിട്ട് കരുതുന്നതാണ്. അത് വലിയൊരു മഹാഭാഗ്യമാണ്. കാരണം ഞാൻ പറയുകയാണെങ്കിൽ ഭരതേട്ടൻ, പത്മരാജൻ സാറ്, ലോഹിതദാസ് സാറ്, ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ആ ത്രയങ്ങളാണ് നമ്മളുടെ സിനിമാ ചരിത്രത്തിൻ്റെ, മലയാള സിനിമയുടെ ചരിത്രം പരിശോധിച്ചാൽ ഒരു നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പില്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരു വൈശാലി ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരു കിരീടമില്ലെങ്കിൽ, ഒരു അമരമില്ലെങ്കിൽ മലയാള സിനിമയില്ല. അത് നമ്മൾ ഓർത്തിരിക്കണം. കാരണം മലയാള സിനിമയുടെ ചരിത്രം എത്ര വർഷം കഴിഞ്ഞെടുക്കുമ്പോഴും ആ കാലത്തിൻ്റെ കുത്തൊഴുക്കിലും ഇവർ ലെജൻസ് ആയിട്ട് തന്നെ നിൽക്കുകയാണ്. അതിൻ്റെ പിന്നിലുള്ള ആ ആളെന്ന് പറയുന്ന ആ എഴുത്തുകാരനാണ്. ആ എഴുത്തുകാരനിലാണ് ആ കഥ ഉണ്ടാകുന്നതും കഥാപാത്രം ഉണ്ടാകുന്നതും ആ സിനിമ ഉണ്ടാകും. ബാക്കിയുള്ള എല്ലാം സെക്കൻഡാണ്. ഒരു വേഷമായാലും 2 അഭിനയിക്കണമെങ്കിൽ നടരാജൻ എന്ന് പറയും, ബാബുവേട്ടൻ, ഇവിടെ കൊയിലാണ്ടി ദ്വാരക തിയേറ്ററിൻ്റെ ഓണറാണ്. അദ്ദേഹമാണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഉടനെ ബാബുവേട്ടനെ വിളിച്ചു. അതിൻ്റെ കൺട്രോളർ വിനോദ് ഗുരുവായൂർ, അദ്ദേഹത്തെയൊക്കെ വിളിച്ചു. അസിസ്റ്റൻ്റ് ഡയറക്ടേഴ്സിനെയൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ അപ്പോഴും അറിയുന്നില്ല, ഇവരേതാണ്ട് ഒരു 500ഓളം വില്ലന്മാരെ ഇൻ്റർവ്യൂ ചെയ്ത് കഴിഞ്ഞു ഇതിനു മുൻപ് ചക്രത്തിൽ. എന്നിട്ട് വില്ലനെ കിട്ടിയിട്ടില്ല. അപ്പോൾ സാർ ഉദ്ദേശിക്കുന്ന ഒരു വില്ലനുണ്ടല്ലോ, ആ വില്ലൻ എത്തിയിട്ടില്ല.
ആ വില്ലനായിരിക്കും ഈ കള്ളവണ്ടി കയറിയിട്ട് ഈ എത്തിയിരിക്കുന്നത്. അതെ. അപ്പൊ ദൈവത്തിന്റെ ഒരു കണക്കാണത്. അതെ. നമുക്ക് ഓരോന്ന് ചെയ്തു തരുമ്പോഴും നമുക്ക് ആ ഒരു നമുക്കുള്ളത് എവിടെയോ ഉണ്ട്, നമുക്ക് ഉള്ളത് എവിടെയോ ഉണ്ടെന്നുള്ളതിന്റെ ഒരു തെളിവാണ്. സമയം എല്ലാത്തിനും എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ, ശ്രീനിവാസേട്ടൻ പറഞ്ഞ മാതിരി ആ ഒരു ടൈം ആയിരിക്കണം. അങ്ങനെ ഞാൻ അപ്പോൾ നീ എവിടെ ഇരിക്കണമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ഇരുന്നു. ഇവരെല്ലാവരും ഒരു 5:30 ആയപ്പോഴേക്കും എത്തി. അപ്പോൾ അവിടെ തന്നെ ഇവരെല്ലാവരും വന്നിട്ട് എന്നെ കണ്ടു. ഇപ്പോൾ സാറിനോട് അപ്പോൾ ഞാൻ മറിയുന്ന ഒരു ഡിസ്കഷനാണ്, നീണ്ട ഡിസ്കഷൻ, ഏതാണ്ട് ഒരു 1.5 മണിക്കൂർ ഡിസ്കഷൻ പോയി. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ വന്ന മെയിൻ വില്ലന്മാരുടെ പലരുടെയും ഫോട്ടോസൊക്കെ നോക്കുന്നുണ്ട്. പലത് അതൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഒരു ഫോട്ടോയുടെ ഒരു എന്താ പറയുക, ഒരു 3 ചാക്കുണ്ട് അവിടെ, കൂമ്പാരം. അപ്പം ഞാനിത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി നമുക്ക് കിട്ടത്തില്ല. കാരണം ഇതിൽ നിന്നല്ല സോർട്ട് ചെയ്യേണ്ടത്. പോരാത്തതിന് തമിഴിലെ വില്ലനാണ് ആദ്യം ചെയ്തിരുന്നത് നമ്മളുടെ. അപ്പം ഇനിയും അത് തന്നെയായിരിക്കും. ആരെയും വേണേൽ സ്വീകരിക്കാമല്ലോ, കാരണം അത്രയും വലിയൊരു പടമാണ്, ഭയങ്കര സെൻസേഷനുള്ള ഒരു ഫിലിമാണ്. പിന്നെ അന്നത്തെ കാലത്ത് അന്നത്തെ ഏറ്റവും വലിയ ബഡ്ജറ്റ് ഫിലിമാണ്. 90 ദിവസമാണ് ഈ ഫിലിം ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അല്ലാതെ ഒരു ചെറിയൊരു പടം അല്ല അത്. ഒരു മലയാള പടം 90 ദിവസം ഷൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ലെവല് വേറെയാണ് അന്നത്തെ സമയം. അതുകൊണ്ടാണ് ഈ പടം ഇന്നും അതിലെ ക്യാമറമാൻ്റെ ഒരു കഴിവെന്ന് പറയുന്നത് അസാധ്യമാണ്. രാജീവ് സാറ് അത് ഇല്ലെന്ന് പറയണ്ട. കാരണം രാത്രിയെന്നോ പകലെന്നോ ഇല്ല, ഓരോ ലോറി പാസ് ചെയ്യുന്നതും പോകുന്നതും, അങ്ങനെ എത്ര ദിവസം ലോറി പാസിങ് മാത്രം എടുത്തിട്ടുണ്ടെന്നറിയാം. അത് ലോറി താവളങ്ങൾ എടുക്കാനായിട്ട് അദ്ദേഹം അതിനു വേണ്ടി രാജീവ് സാർ. അതുപോലെ ഞങ്ങൾ അഭിനയിക്കുമ്പോഴായാലും അദ്ദേഹം പറയും, ഞാൻ ചോദിക്കും, ഇപ്പോൾ എനിക്ക് എപ്പോഴും ഈ പറയുന്ന മാതിരി ടെൻഷനുള്ള ഒരാളാണ്, ടെൻഷൻ്റെ കൂടെ പറയും. ഞാൻ ചെന്നിട്ട് ചോദിക്കും, സാറേ എങ്ങനെയുണ്ട്? എടാ നന്നായിട്ടുണ്ട്. രാജീവ് സാർ പറയും, എടാ നന്നായിട്ടുണ്ട്, നീ ഭാവം കളയണ്ട, അങ്ങനെ കീപ്പ് ചെയ്തു. അപ്പോൾ പുള്ളി ഒരു ഷോട്ട് എടുത്തപ്പം പുള്ളി ലോക് സാറിനോട് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇവൻ്റെ മുഖത്ത് എത്ര ഭാവമാണ് മിന്നി തെളിഞ്ഞു. ഞാനത് കേൾക്കണില്ല, ഞാൻ പുറകിൽ നിൽക്കുക. രാത്രി 3 മണി ഷൂട്ടാണ്, എന്നെ കുത്തുന്ന സീനാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇവന്റെ മുഖത്ത് എത്ര ഭാവമാണ്. അപ്പൊ ഇതൊക്കെ പെട്ടെന്ന് കരഞ്ഞിട്ട് പെട്ടെന്ന് ഇതാവുക, പെട്ടെന്ന് കരയുക, പെട്ടെന്ന് ഇതാവുക, പെട്ടെന്ന് ഒരു മാനസികത്തിലേക്ക് പോവുക എന്ന് പറഞ്ഞു. എനിക്കിത് കണ്ട് ഭയങ്കര ത്രില്ലിങ് ആയി. കാരണം നമുക്ക് കിട്ടുന്ന ഒരു അപ്രീസിയേഷൻ ആണല്ലോ അത്. ആ KPC ലളിത ചേച്ചി ഒരു സിനിമയില് ശരിക്കും പറഞ്ഞ ഒരു സീൻ ചെയ്യുന്നില്ല, പെട്ടെന്ന് കരഞ്ഞ് ചിരിച്ച, അതുപോലെ എനിക്ക് തോന്നി പെട്ടെന്ന് മിന്നി പറയുന്നത്, പെട്ടെന്ന് ചേഞ്ച് ചെയ്ത് വരുന്നു. അപ്പോൾ ഉടനെ തന്നെ രാജീവ് സാറ് പറയുന്നത് കേട്ടു, ഇവൻ്റെ മുഖത്ത് എത്ര ഭാവമാണ് ഇവൻ്റെ ഫേസിലുള്ളത്. ഉടനെ തന്നെ എനിക്കിത് ഭയങ്കര ഒരു ത്രില്ലിങ് ആയിപ്പെട്ടോ. നമ്മളൊരു തരം ഓസ്കാർ മേടിച്ച മാതിരി. കാരണം നമ്മൾ ചെയ്തൊരു വേഷം, ഒന്നാമത് എനിക്കെപ്പോഴും ഒരു സംശയമുണ്ട്, ഞാനിതിന് ഫിറ്റാണോ എന്ന്. ഈ കഥാപാത്രത്തിന് ഞാൻ ഫിറ്റാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഇത്രയും വലിയൊരു വേഷം ചെയ്യുമ്പോൾ അത് എൻ്റെ ഒരു കരുത്ത്. ഇപ്പോൾ തിലകൻ സാറ് ഒരു പടം ചെയ്തു, അല്ലെങ്കിൽ ഇപ്പോൾ ലാലേട്ടൻ ഒരു പടം ചെയ്തു, അല്ലെങ്കിൽ മമ്മൂക്ക ഒരു പടം ചെയ്തു എന്ന് പറഞ്ഞാൽ അവർക്ക് അതിനുള്ള ആ ഒരു എക്സ്പീരിയൻസ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഫസ്റ്റ് പടം തന്നെ കയറിയിട്ട് ആ പടത്തിൻ്റെ ടൈറ്റിലും അതിൻ്റെ മെയിൻ വേഷം ചെയ്യാന്ന് പറഞ്ഞാൽ അത് കുറച്ച് അതിന് ഒറ്റ പേരേ ഉള്ളൂ, ലോഹിതദാസ്. കഥാ തിരക്കഥ സംഭാഷണ സംവിധാനം ലോഹിതദാസ്. കഥാ തിരക്കഥ സംഭാഷണ സംവിധാനം ലോഹിതദാസ് എന്ന് പറയുന്ന ആ ഒരൊറ്റ വാക്കിലാണ് ഈ വില്ലനൊക്കെ സൃഷ്ടിക്കപ്പെടുന്നത്. കാരണം അദ്ദേഹം അതിൻ്റെ കഥാപാത്രങ്ങളിലേക്ക് ഇറങ്ങി ചെന്നിട്ട് ആ വരികളിലൂടെ അദ്ദേഹം കൊണ്ടുവന്നിരിക്കുന്നതായിട്ടുള്ള ആ ഡിഫറെൻറ്റ് ഡൈമെൻഷണലായിട്ടുള്ള ആ മീനിങ്ങുകൾ, അതാണ് ആ കഥാപാത്രത്തിൽ നിറഞ്ഞു തുള്ളുന്നത്. കാരണം ഇതിൻ്റെ ഇടയിൽ വേറൊരു രസം നടന്നു. ഈ സിനിമ ഷൂട്ടിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോയി. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് എപ്പോഴും ഒരു ഭയമാണ്, ഇത് ചെയ്താൽ ശരിയാവും. അപ്പം നമുക്ക് വേണ്ട, നമുക്ക് വല്ല ചെറിയ പടങ്ങളൊക്കെ ചെയ്തു പോകാം. കാരണം ഇത്രയും വലിയൊരു പടം ത്തിലേക്ക് ഞാൻ വന്നിട്ട് ഇനി എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ എനിക്കൊരു മോശമായിരിക്കുമല്ലോ. അപ്പം ഞങ്ങൾ സെറ്റിൽ ചെന്നു, ഷൂട്ടിങ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റിൽ ചെന്നു. അതിനു മുൻപ് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, അപ്പോൾ
അന്ന് ഇവർ ഈ സിനിമയുടെ പാട്ട് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വിജയ് യേശുദാസ് വരും. അപ്പോൾ അവർ കോഴിക്കോടാണ് ഷൂട്ട് ചെയ്യുന്നത്, പാട്ട് റെക്കോർഡ് ചെയ്യുന്നത്. നീ പോരുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാനും കാറിൽ കയറി. അപ്പോൾ ട്രാക്കുണ്ട്, ആ ട്രാക്ക് എല്ലാം എന്നെയും കേൾപ്പിച്ചു സാറ്. അപ്പോൾ എനിക്ക് ഉള്ളിൽ തോന്നി, സാറ് എന്നെ സെലക്ട് ചെയ്തിട്ടില്ലെങ്കിൽ ട്രാക്കൊക്കെ കേൾപ്പിക്കേണ്ട കാര്യമില്ല. പെട്ടെന്ന് ഞങ്ങൾ കോഴിക്കോട് എത്തി. അവിടെ പോയി ചായ ഒക്കെ കുടിച്ചു. അപ്പോൾ സാറ് പറയുന്നത് കേൾക്കാം, മീര ജാസ്മിനെ കൊണ്ടുവന്നത് സാറാണല്ലോ. സാറ് വണ്ടിയിലിരുന്ന് പറയുന്നുണ്ട്, മീര ജാസ്മിന് അടുത്ത തമിഴ് പടം കാസ്റ്റ് ഇതായിട്ടുണ്ട്, അതിലെത്ര 50 ലക്ഷമോ അങ്ങനെ ഏതാണ്ട് ഒരു വലിയൊരു എമൗണ്ടാണ്. അപ്പം ഞാൻ പറഞ്ഞു, സാറേ എനിക്ക് 50 ലക്ഷം ഒന്നും വേണ്ട, ഒരു 5 ലക്ഷം കിട്ടുന്ന ഒരു നടനായാൽ മതി എന്ന് പറഞ്ഞു. അപ്പം നീ അനങ്ങാതിരി സാറ്, നീ അനങ്ങാതിരി, അത് അതിൻ്റെ സമയത്തായിക്കോളും. സാറൊന്നും ഒരു പ്രോമിസ് ചെയ്യില്ല, ഒരു കാര്യം സാർ അങ്ങനെ പറയില്ല. ഇപ്പൊ എന്നോട് അന്നും നിനക്കാ വേഷം എന്ന് പറഞ്ഞിട്ടില്ല, നീ കയറിക്കോന്ന് മാത്രമേ പറയുള്ളൂ, നിനക്കായി വേഷം എന്ന് പറയില്ല. അത് സാറിൻ്റെ ഒരു പ്രത്യേകതയാണ്. സാർ എപ്പോഴും ഒന്ന് കണ്ടിട്ടേ ഇതിലും. അപ്പോൾ ഉടനെ തന്നെ ഞങ്ങൾ കോഴിക്കോട് എത്തി, ചായ കുടിച്ചിട്ട് പറഞ്ഞു, നീ നിൽക്കുന്നുണ്ടോ റെക്കോർഡിങ്? അപ്പോൾ എനിക്കന്ന് ഇവിടെ ബിസിനസ് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, ഞാനില്ല, എനിക്ക് രാവിലെ ഓഫീസിലെത്തുന്നു. ഞാൻ അപ്പോൾ തന്നെ അവിടെ നിന്ന് ട്രാൻസ്പോർട്ട് ബസ് കയറി എറണാകുളത്തേക്ക് പോകുന്നു. ഞാനിവിടെ എത്തി. അപ്പോൾ എന്നോട് പറഞ്ഞു, അവിടെ അവരെയൊക്കെ വിജയ് യേശുദാസിനെ പരിചയപ്പെടുത്തി. അതിലെ പ്രൊഡക്ഷൻ കൺട്രോളർ വിനോദ് ഗുരുവായൂർ, നമ്മുടെ സിനിമയിൽ വില്ലനാകാൻ സാധ്യതയുള്ള ആളാണ്, സാധ്യതയാണ് നമുക്ക് എന്ന് പറഞ്ഞു. ഞാൻ വിജയ് യേശുദാസിനെയൊക്കെ പരിചയപ്പെട്ടു എറണാകുളത്തേക്ക് പോകുന്നു. അങ്ങനെ സംഭവം വിട്ടു. അപ്പോൾ എന്നോട് പറഞ്ഞു, നീ എക്സസൈസ് ചെയ്യുന്നത് നിർത്തണ്ട, സാർ പോരുമ്പോൾ പറയാം, അന്ന് ഞാൻ ജിമ്മിൽ നന്നായിട്ട് കളിക്കും, നീ എക്സസൈസ് ചെയ്യുന്നത് നിർത്തണ്ട എന്ന് പറഞ്ഞു. ഞാനിത് വിട്ടു. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഈ പറയുന്ന മാതിരി ഗോഡ് ഫാദർ ഇല്ലാത്ത ഒരാളാണ്. സിനിമയിൽ ഗോഡ് ഫാദർ വേണം, നമുക്ക് ഗോഡ് ഫാദർ ഇല്ല. സിനിമയിലും രാഷ്ട്രീയമായാലും ഇന്ന് ഗോഡ് ഫാദറാണ്. ഒന്നുകിൽ ഗോഡ് ഫാദർ ആയിരിക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും വലിയ പിതാവിൻ്റെ മകനായിരിക്കണം. നമുക്കില്ലല്ലോ അത്. നമ്മൾ ഈ ഗ്രാമത്തിൽ നിന്ന് കപ്പയും മുളക് ചമ്മന്തിയും ഒക്കെ കഴിച്ചിട്ട് ഈ 50 രൂപ അപ്പൻ്റെ 50 മേടിച്ച് ഈ കഷ്ടപ്പെട്ട് നടക്കുന്നവരാണ്. നമുക്ക് ആരെയും കയറ്റാനോ അതൊന്നുമില്ല. നമ്മളുടെ ഈ പ്രയത്നം കൊണ്ട്, ദൈവാനുഗ്രഹം കൊണ്ട് സിനിമ കയറിയ ഒരാളാണ്. അല്ലാതെ ഇന്ന ആൾക്ക് ബിനോയ്ക്ക് ഇന്ന വേഷം കൊടുക്കും ഒരാളും അങ്ങനെ പറഞ്ഞിട്ടില്ല ഇന്ന്. അപ്പം അതുകൊണ്ടാണ് നമ്മുടെ ഈ വളർച്ചയ്ക്ക് മാധുര്യം കൂടുന്നത്. ഇപ്പോൾ ചക്രം എന്ന് പറയാം, എന്നെ സംബന്ധിച്ചിടത്തോളം പലരും ചോദിക്കും, ചക്രത്തിന് ശേഷം മറ്റൊരു വേഷം വന്നിട്ടില്ല. ഞാനൊന്ന് ചോദിച്ചോളട്ടെ, ചക്രത്തിൽ ഞാൻ വന്നില്ലായിരുന്നെങ്കിലോ ഞാൻ എന്തെങ്കിലും ആവുമായിരുന്നോ? അതില്ല. എന്തായാലും ചക്രത്തിന് ശേഷം അങ്ങനെയുള്ള വേഷങ്ങൾ പിന്നെ വരേണ്ടതായിരുന്നു. അത് നമുക്ക് അതിലേക്ക് വരാം. അത് ഈ പറയുന്ന മാതിരി മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ചില കാലഘട്ടങ്ങൾ ഭാഗ്യനിർഭാഗ്യങ്ങളുടെ ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. അത് ശ്രീരാമൻ കാട്ടിപ്പോയില്ലേ, പക്ഷെ പിന്നീട് അദ്ദേഹം എന്തായി തിരിച്ചു വന്നു, രാജാവായി തിരിച്ചു വന്നു. അപ്പം ഇത് ഉള്ളതാണ്, അല്ലാതെ നമുക്ക് പറയാൻ പറ്റില്ല ഇയാൾക്ക് ഇന്നത് വരില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ഇതെല്ലാം എവിടുന്ന്? മുകളിൽ നിന്ന്, ദൈവത്തിൻ്റെതാണ്. കാരണം ഞാൻ ഒരു തികഞ്ഞ ദൈവവിശ്വാസിയാണ്. ഇപ്പം നമ്മളുടെ ഈ മീറ്റിംഗ് അടക്കം ഞാൻ ദൈവത്തിൽ മാത്രം സമർപ്പിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ എല്ലാത്തിനും ദൈവത്തിൻ്റെ ഒരു എഴുത്തുണ്ട്. അതായത് ഓരോ ദിവസവും ദൈവം എഴുതി വയ്ക്കും, ഇവൻ ഇത് സംഭവിക്കണം, അതല്ലാതെ ഒന്നും സംഭവിക്കില്ല. ഇങ്ങനെ ഞാൻ വിശ്വസിക്കുന്നത്. ദൈവത്തിൽ വിശ്വസിക്കാത്തവരുണ്ട്, പക്ഷെ ഞാൻ തികഞ്ഞ ദൈവവിശ്വാസം. അപ്പോൾ ഈ ലോഹിതദാസ് സാറിനെ കണ്ടതും എല്ലാം നമ്മൾ ഇതിൻ്റെ ഒരു ഇതായിട്ട് കൂട്ടിയാൽ മതി. കുറച്ച് കഴിഞ്ഞ് വിളി വന്നായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തി. അപ്പോൾ ഞാൻ കളിക്കുകയാണ്, ജിമ്മിൽ കളിക്കുകയാണ്. അപ്പോൾ എൻ്റെ കൂടെ ഉള്ളവരൊക്കെ കളിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു ഡിസ്കഷൻ നടക്കുന്നുണ്ട്. ഈ എറണാകുളത്ത് നിന്ന് ബിനോയ് എന്ന് പറയുന്ന ഒരാളെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഞാനിത് കേട്ടു. അപ്പോൾ ഇവരൊക്കെ ഇൻ്റർവ്യൂവിന് പോയവരാ. എൻ്റെ കൂടെ എറണാകുളം ജിമ്മിൽ കളിക്കുന്ന എല്ലാ ഭൂരിഭാഗം പിള്ളേരും വില്ലന് വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. ഇവരൊക്കെ നല്ല കളിയായിരുന്നു. അപ്പോൾ എല്ലാവരും ലോഹിത് സാറ് പറഞ്ഞിട്ടുണ്ട് നന്നായിട്ട് കളിക്കണമെന്ന്. അപ്പോൾ ഇതിൽ നിന്ന് ഒരാൾ അവിടെ പറയുന്നുണ്ട്, എറണാകുളത്ത് നിന്ന് ബിനോയ് എന്ന് പറയുന്ന ഒരാളെയാണ് സെലക്ട് ചെയ്തത്. അപ്പോൾ അന്ന് എനിക്ക് കമ്പ്യൂട്ടറിൻ്റെ ബിസിനസ്സാണ്.
കമ്പ്യൂട്ടറിൻ്റെ ഇതുള്ള ഒരാളെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എങ്കിലും ഞാൻ മിണ്ടാനൊന്നും പോയില്ല, കാരണം ബിനോയ്മാർ തന്നെ എന്തൊരു കിടക്കുന്നു. നമ്മൾ ഈ പറയുന്ന മാതിരി നമ്മൾ അത്രയ്ക്കൊന്നും ഇല്ലല്ലോ, സാധാരണക്കാരൻ. അങ്ങനെ എല്ലാത്തിനെയും കാണാറ്. പിന്നെ എനിക്ക് എപ്പോഴും സന്തോഷമുള്ള ഒരാളാണ് മാത്രം, എല്ലാത്തിലും എന്ത് സംഭവിച്ചാലും സന്തോഷമാണ്. അപ്പോൾ ഉടനെ തന്നെ അടുത്ത ദിവസം സാറിൻ്റെ അസോസിയേറ്റ് എന്നെ വിളിച്ചു, ബിനോയ് എവിടെയുണ്ട്? ഞാൻ പറഞ്ഞു ഞാൻ ഓഫീസിലേക്ക് പോകാനായിട്ട് ഇറങ്ങി. ബിനോയ് ഉടനെ പാലക്കാട് ഇന്ദ്രപ്രസ്ഥ ഹോട്ടലിലേക്ക് എത്തണം. ഓക്കെ. അപ്പോഴും എനിക്ക് കത്തിയിട്ടില്ല. ഞാൻ വിചാരിച്ചിരിക്കുന്നത് വല്ല ഓഡീഷനോ അല്ലെങ്കിൽ ഫോട്ടോഷൂട്ടോ അങ്ങനെ എന്തെങ്കിലും. അവിടെ ചെന്നപ്പോഴേക്കും പട്ടണം റഷീദ് മേക്കപ്പ് മാൻ ഉണ്ട്, അപ്പോൾ പൃഥ്വിരാജ് വന്നിട്ടുണ്ട്, മീര ജാസ്മിനുണ്ട്, എല്ലാവരും ഉണ്ട്. ഫുൾ ക്രൂ ആണ്. ഒരു 100-150 പേരുണ്ട് അവിടെ ഷൂട്ടിംഗ്. പൃഥ്വിരാജ് അന്നൊരു സ്റ്റാർ ആയിരുന്നില്ലല്ലോ അല്ലേ? പൃഥ്വിരാജ് അന്നൊരു എന്താ പറയാ, ഇത്ര വലിയൊരു സ്റ്റാർ അല്ല. പൃഥ്വിരാജിൽ ഞാൻ കണ്ടൊരു ഗുണം എന്താന്ന് വെച്ചാൽ, അന്ന് കണ്ട പൃഥ്വിരാജ് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള, വളരെ ഓപ്പണായിട്ട് സംസാരിക്കുന്ന, എല്ലാ കാര്യങ്ങളും ഓപ്പണായിട്ട് പറയുന്ന ഒരാളാണ്. വളരെ സിമ്പിളാണ് എല്ലാ കാര്യങ്ങളും, എല്ലാത്തിനെ കുറിച്ചും അഭിപ്രായമുള്ള ആളാണ്. സിമ്പിളാണ്. പയ്യനാണല്ലോ, കൊച്ചു പയ്യനാണ്. 18-19 വയസ്സല്ല, 22 വയസ്സുണ്ടാകും പുള്ളിക്ക്. ഇത് ചക്രം ചെയ്യും. എനിക്ക് പുള്ളിയൊക്കെ കുറച്ചുകൂടി പ്രായമുണ്ട്. അപ്പോൾ പക്ഷെ പുള്ളിക്ക് എല്ലാത്തിനെ കുറിച്ച് അന്ന് തന്നെ ഒരു കാര്യങ്ങളെക്കുറിച്ച് അറിയാം, അന്ന് ഒരാളാണ്. പിന്നെ മറ്റൊരു കാര്യമുള്ളതെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഒരു പ്രോപ്പർ ട്രെയിനിങ് ഉണ്ട്. അതായത് ഇപ്പോൾ ലോഹിത സാർ ആയാലും എല്ലാ കാര്യങ്ങളും അടുത്തിരുത്തി പറഞ്ഞ് കൊടുത്തിരുന്ന ഒരാളാണ് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും. അതെല്ലാം ഇത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് അങ്ങനെ ഒരു ട്രെയിനിങ് ഇല്ല. എനിക്ക് ആ കഥാപാത്രം ചെയ്യുമ്പോഴുള്ള ആ ഒരു സംഭവം മാത്രമേ. അതൊരു പക്ഷേ എനിക്ക് തോന്നുന്നു സാറിന് തോന്നിയിട്ടുണ്ടാവണം എൻ്റെ കയ്യിൽ നിൽക്കും, ഈ കഥാപാത്രം ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ സുരക്ഷിതമാണ് എന്ന് സാർ തോന്നുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ ചെല്ലുന്നു, ഞങ്ങളുടെ ഡ്രസ്സിൻ്റെ കോസ്റ്റ്യൂംസിൻ്റെ എല്ലാം ബുക്ക് ചെയ്തു പോരുകയാണ്. അപ്പോൾ അപ്പോഴും സെലക്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നില്ല. അപ്പം നമുക്ക് ഈ എന്താ പറയണേ, ഈ ഇതിങ്ങനെ നിൽക്കുകയാണ്, ഏത് സെലക്റ്റായോ എപ്പോഴും ആ ഒരു ഇത് നിൽക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഇന്ദ്രപ്രസ്ഥ ഹോട്ടലിൽ നിന്ന് പോന്നു. അടുത്ത ദിവസം വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ ഒരു 8-10 ദിവസം കഴിഞ്ഞപ്പോൾ വിളി വന്നു, ഷൂട്ട് തുടങ്ങുകയാണ് പൊള്ളാച്ചിയിൽ. നീ അത്യാവശ്യം. അപ്പോഴും എൻ്റെ മനസ്സിൽ ഇത് ഞാൻ ചെയ്താൽ ശരിയാകും, അങ്ങനെയാണ്. കാരണം എനിക്ക് എപ്പോഴും അന്നും ഇന്നും എനിക്കുള്ള ഒരു സ്വഭാവം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് അർഹമായിട്ടുള്ളത് മാത്രം മതി എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. എന്തായാലും ഈ ജീവിതത്തിൽ എന്ത് സൗഭാഗ്യമായാലും എനിക്ക് അർഹമായത് മതി, അത് കൂടുതലൊന്നും വേണ്ടെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അങ്ങനെ ഒരു സ്വഭാവം കൂടി ഉണ്ട് എനിക്ക്. കൊള്ളൊന്നും ഞാൻ അങ്ങനെ ഇത് ചെയ്യാറില്ല, പക്ഷെ പരിശ്രമിക്കുന്ന ഒരാളുമാണ്. അപ്പോൾ സാറ് ഞാൻ അവിടെ ചെല്ലുന്നു, പൊള്ളാച്ചി മണീസ് ലോഡ്ജ് ചെല്ലുകയാണ്. അവിടെ ചെന്ന് താമസമൊക്കെ തുടങ്ങി. അപ്പോൾ ആദ്യമായിട്ടാണല്ലോ ഒരു ഫുൾ ക്രൂവിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയോ സംസാരിച്ച് വന്നപ്പോൾ എനിക്ക് ആരോ ഒരാൾ എന്നോട് ചോദിച്ചു, ഈ വേഷം ഇയാൾക്ക് ചെയ്യാൻ പറ്റുമോ? അസിസ്റ്റൻ്റ് ആരോ ഒരാളാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ ചോദ്യം, ഇത് ഇയാൾ ശരിക്കും അഭിനയിച്ചില്ലെങ്കിൽ പടത്തെ ബാധിക്കില്ലേ? ഇത് എനിക്ക് വല്ലാത്തൊരു വേദനയായി. പെട്ടെന്ന് തന്നെ ഞാൻ പറഞ്ഞു, ഞാൻ പോവുകയാണ്. കാരണം ഇതൊരു മെഗാ ഫിലിമാണെന്നുള്ളത് എനിക്കറിയാം. നമുക്ക് പറ്റൂലാത്ത താങ്ങിയിട്ട് കാര്യമില്ല. അപ്പോൾ സാറില്ലെന്ന് അവിടെ, സാർ എത്തിയിട്ടില്ല, ഞങ്ങൾ ക്രൂ ആണ് എല്ലാവരും. ഞാൻ അവിടുന്ന് പെട്ടിയെടുത്ത് വീട്ടിലേക്ക് മടങ്ങി. വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ സാറ് വന്നു. അപ്പോൾ സാറ് വന്നപ്പോഴേ അവർ പറഞ്ഞു, ബിനോയ് മടങ്ങിപ്പോയി. സാറിനിത് കേട്ടത് ഷോക്കായി. പോയോ? അവൻ എന്താ പറഞ്ഞേ? അവനൊന്നും പറഞ്ഞില്ല. അവനോട് ഇങ്ങനെ ആരോ ഒരാൾ ഇങ്ങനെ ചോദിച്ചു, നിനക്കത് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അവനത് പോയതാണെന്ന് പറഞ്ഞു. സാറിന് ഇത് വല്ലാത്തൊരു. അപ്പോൾ
സാറ് പറഞ്ഞിട്ടാണോന്നറിയില്ല, ആരും അവിടെ പറഞ്ഞു എന്നുള്ളത് ഞാൻ പിന്നീട് അറിഞ്ഞു. ഈ വേഷം ചെയ്യാൻ അവന് മാത്രമേ കഴിയുകയുള്ളൂ. അതെന്താ അങ്ങനെ ചിന്തിച്ചതെന്ന് എനിക്കറിയില്ല. അത് അദ്ദേഹത്തിന് അത്രയും ഒരു അത് എനിക്കറിയില്ല. കാരണം ഈ എത്രയോ പ്രതിഭാധനരായിട്ടുള്ള വില്ലന്മാരും നായകന്മാരും ഉള്ള ഒരു ഇൻഡസ്ട്രിയാണ് മലയാളവും സൗത്ത് ഇന്ത്യയും. അവിടെ ഈ ചക്രത്തിൽ ഈ വില്ലൻ വേഷം ചെയ്യാൻ അവന് മാത്രമേ കഴിയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കേട്ടെന്ന് ഒരുപക്ഷെ അറിയില്ല, നമ്മളുടെ ഒരു ദൈവികത കൊണ്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനെ. അല്ലാതെ മറ്റു കഴിവുകളൊന്നും പ്രത്യേകിച്ചുള്ള വലിയ കഴിവൊന്നും എനിക്കില്ല. അങ്ങനെ കേട്ട് കഴിഞ്ഞപ്പോൾ ഉടനെ സാറ് വിളിച്ചു, നീ എന്താ പോയേ? നമ്മൾ സാറേ അത് ആ വേഷം എനിക്ക് പറ്റുമെന്ന് തോന്നില്ല. എടാ നിനക്ക് പറ്റുമോ നിനക്ക് പറ്റൂല എന്നുള്ളത് നീയാണോ തീരുമാനിക്കണേ? സാറേ അത് എൻ്റെ അഭിനയം അത്ര, നിൻ്റെ അഭിനയം നല്ലതാണോ ചീത്തയാണോ നീയാണോ തീരുമാനിക്കണേ? നീ വേഗം പെട്ടി കിടക്കൊക്കെ എടുത്ത് ഇങ്ങോട്ട് പോയി. മൊത്തം തമാശയാണ്, സംസാരിക്കാൻ തുടങ്ങിയ തമാശ. ഇവിടെ എത്താൻ പറഞ്ഞു. അപ്പം ഞാൻ അവിടെ എത്തി. എന്നാലും അങ്ങനെ ഒരു ലെജൻഡ് ആയിട്ടുള്ള ഒരു സംവിധായകൻ കാത്തു നിന്നത് അതാണ് സത്യം. ഞാൻ പറയാം, ഞാൻ പെട്ടി കിടക്കെടുത്ത് പോന്നു. ഞാൻ വീട്ടിലെത്തി. കാരണം നമുക്ക് പറ്റത്തില്ല, നമുക്ക് ഇത്രയും വലിയൊരു വേഷം ചെയ്യാനൊന്നും നമുക്ക് പറ്റത്തില്ല എന്ന് തോന്നി. എന്നാലും അദ്ദേഹത്തിന് ഒരു നീരസം പോലും ഇല്ല. ഒന്നുമില്ല, ഒരു നീരസവും ഇല്ല. അതാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത. അദ്ദേഹത്തിന് അങ്ങനെ നീരസമുള്ള ആളല്ല. അത് ഒന്നിനോടും ഒരാളോടും നീരസപ്പെടാറില്ല ഒരിക്കലും. ഞാൻ എപ്പോഴും കണ്ടിട്ടുണ്ട്, സെറ്റിലൊരു ഒരു പ്രശ്നം നടക്കുകയാണെങ്കിലും പുള്ളി അവിടെ കൂടിയിട്ട് ഒന്നിലോട്ട് പിടിയില്ല. അങ്ങനെ ഒരു എന്താ പറയണേ, ഒരു വെഴ്സാട്ടയിൽ ജീനിയസാണ് ആ മഹാസംഭവം. ചുറ്റും പ്രളയം വന്നാലും അപ്പൊ ആൾക്കാരൊക്കെ പല അഭിപ്രായം പറയുന്നുണ്ടല്ലോ. ജോയി സാർ എന്നോട് പറഞ്ഞു, പലരും എന്നെ കുറിച്ച് നീ ചെയ്താൽ ശരിയാവില്ല, അതാണ് ഇതാണെന്നൊക്കെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോഴും പുള്ളി കുലുങ്ങിയില്ല. പുള്ളി കുലുങ്ങിയില്ല. അപ്പൊ എനിക്ക് ഇന്നും മനസ്സിലാകുന്നില്ല, പുള്ളി എങ്ങനെയാണ് ഇത്രയും വലിയ വേഷം എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചതെന്ന് എനിക്കറിയത്തില്ല. ആ പുള്ളിക്കുള്ള മനോധൈര്യം, അതാണ് ഞാൻ അദ്ദേഹത്തിന് സമ്മതിച്ചു കൊടുക്കുന്നത്. കാരണം ഇന്ന് നമ്മളെ ചക്രം എന്ന് പറഞ്ഞാൽ ഗിരിയാണ്, അതിൻ്റെ വില്ലനാണ്. ആ ഗിരിയിലാണ് ആ പടം പോകുന്നത് ഫുള്ള്. കാരണം ആ കഥയെന്ന് പറയുന്നത് ചെറിയ കഥയല്ല, ശരിക്കും ചൂതാട്ടങ്ങളുടെ കഥയാണത്. ചൂതാട്ടം എങ്ങനെ ഒരു മനുഷ്യനെ ചൂതാട്ടം എന്ന് നശിപ്പിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ചക്രം എന്ന് പറയുന്നത് ജീവിത ചക്രമാണ്, കറങ്ങുന്ന ചക്രമാണ്. നമ്മൾ പണം എന്ന് പറയുന്നത് ചക്രമാണ്, അതും കറങ്ങിക്കൊണ്ടിരിക്കും. അത് ഇന്ന് ഒരാളുടെ കയ്യിലാണെങ്കിൽ നാളെ വേറൊരാളുടെ കയ്യിൽ. അങ്ങനെ ആ ഒരു ഫിലോസഫി അതിൽ വർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പേര് തന്നെ ഭയങ്കര അനർത്ഥമാണ്, ചക്രം. നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ചക്രം ഇങ്ങനെ കറങ്ങി എല്ലാം ജീവിതം നമ്മുടെ കയ്യിലൊന്നും ഒന്നും നിൽക്കുന്നില്ല. പൈസ ആയാലും ജീവിതമായാലും കയ്യിലല്ലല്ലോ. ഇപ്പം നമ്മൾ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് നമ്മൾ ചക്രം തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആ ചക്രം എന്ന് പറയുന്ന ആ ഒരു പേര് തന്നെ നമ്മളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. കാരണം ജീവിതത്തിന്റെ ചക്രം ആ ചക്രം തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ആ ചക്രത്തിന്റെ പിന്നിൽ വേറൊന്നും കൂടിയുണ്ട്. ചക്രവും അതും ചായാണ്, ചതി. കാരണം നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയ ചൂതാട്ടങ്ങളുടെ ഒരു കഥയാണല്ലോ മഹാഭാരതം എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു സ്വാംശീകരിച്ചൊരു രീതിയാണ് ഇത് എന്ന് പറയുന്നത്. കാരണം ഇതിലും പങ്കുവയ്ക്കില്ല, എല്ലാം പങ്കുവെക്കണം. കാരണം പങ്കുവെക്കാത്തപ്പോഴാണ് പ്രശ്നമാകുന്നത്. അവിടെയാണ് ചതി തുടങ്ങുന്നത്. അവിടെ കാരണം ഈ ചന്ദ്രഹാസനും ഗിരിയും പാർട്ട്നേഴ്സ് ആകുന്ന എല്ലാം പങ്കുവെക്കാന്നുള്ള എഗ്രിമെന്റ് ഇല്ല. ഇതിന്റെ ത്രെഡ് അതാണ്, ഈ ചക്രത്തിന്റെ ത്രെഡ് അതാ. അതായത് എല്ലാം പങ്കുവെക്കുക. അപ്പോ കാരണം ഈ ഇതിലേക്ക് ഇയാളുടെ ഭാര്യയായിട്ട് വരുന്നത് കോമൺ ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. കോമൺ എന്ന് പറഞ്ഞാല് ഇവരുടെ ലോറി ദാബയില് അല്ലെങ്കിൽ ലോറി പേട്ടയില് ഈ ഇത് അതൊക്കെ വിറ്റ് നടക്കുന്ന പാൻപരാഗെല്ലാം വിറ്റ് നടക്കുന്ന ഒരു പെൺകുട്ടിയാണ്. അത് കോമൺ ആണ്. കോമൺ എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേരും ഒരേ കണ്ണിലൂടെ കാണുന്നതാണ്. ആദ്യം എത്തുന്നത് ഗിരിയാണ് ആദ്യം ഗിരിയാണ് ആ വീട്ടിലെത്തുന്നത്. അപ്പൊ ഗിരിക്കാണ് എപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളോട് താല്പര്യം കൂടുതൽ. അപ്പൊ ഗിരിക്ക് ശരിക്കും ഗിരിയുടെ ആ ഒരു ഇഷ്ടമാണ്. അപ്പോൾ ഇവൻ കയറി അതിനെ ഓവർടേക്ക് ചെയ്യുന്നത് ഗിരിക്ക് ഇഷ്ടപ്പെടുന്നില്ല. കാരണം ഗിരിയും ചന്ദ്രഹാസനും ഈക്വൽ പാർട്ട്നേഴ്സാണ് ചന്ദ്രഗിരി ട്രാൻസ്പോർട്ട്സിൽ. അപ്പോൾ അതും ചക്രമാണ്. അപ്പോൾ കാരണം
ചക്ര അങ്ങോട്ട് തിരിക്കുന്നു, ചക്ര ഇങ്ങോട്ട് തിരിക്കുന്നു. അത് വില്ലനിലേക്ക് നായകനിലേക്ക് ഒരേ സമയം തിരികെയാണ് ആ പടം. അതും കൂടെ കൂടെ നിന്നുകൊണ്ടാണ് കൂടെ നിന്നുകൊണ്ടാണ് ചതിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്. അതായത് നമുക്ക് ഒരു ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുമ്പോൾ ഏത് വശത്തേക്ക് വണ്ടി തിരിക്കണം എന്ന് അയാളാണ് തീരുമാനിക്കുന്നത്. എന്ന് പറയുന്ന മാതിരി ലോഹിദാസ് എന്ന് പറയുന്ന സംവിധായകൻ എന്ന ഡ്രൈവർ ഈ വണ്ടി തിരിച്ചുവിടുന്നതാണ് ഈ കാണുന്നത്. അതിൻ്റെ കാരണം അദ്ദേഹത്തിൻ്റെ എക്കാലത്തെയും മികച്ച സംവിധാന രചനകൾ ഉണ്ടെങ്കിലും ഞാൻ ചക്രത്തെയും ചെറുതായിട്ട് കാണില്ല. തീർച്ചയായും ചെറുതായിട്ട് ഒരിക്കലും കാണില്ല. കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ സൃഷ്ടി വൈഭവം, ആ തിരക്കഥാ പാഠവം, ആ എഴുത്തിൻ്റെ ആ മാസ്മരികത അതിൻ്റെ എല്ലാ തലങ്ങളിലും ഉണ്ട്. കാരണം അത് അദ്ദേഹത്തിൻ്റെ ഏത് വർക്ക് എടുത്താലും നമുക്ക് കഴിയും. ഇപ്പോൾ അമരം എന്ന് പറയുന്ന പടം മമ്മൂക്ക ദ ലെജൻഡ്, ഭരതൻ ദ ലെജൻഡ്, മുരളി ദ ലെജൻഡ് ഒക്കെ അഭിനയിച്ചതാണെങ്കിലും ആ പടം പോകുന്നത് ലോഹിദാസ് സാർ എന്ന് പറയുന്ന ആ മാസ്മരിക തൂലികയിലൂടെയാണ്. അതെ. പിന്നെ തന്നെ ഒരു ലോറി എന്ന് പറഞ്ഞ സിനിമയുണ്ട്, മനോജ് കെ ജയൻ അഭിനയിച്ച മമ്മൂക്കയാണ് അതിൽ ഒരു ഡെഡ് ബോഡിയും കൊണ്ട്. അതെല്ലാം ആ എഴുതി വെക്കുന്ന തിരക്കഥകളിലൂടെയാണ് ആ കഥ പൂർണ്ണത പ്രാപിക്കുന്നത്. അതിലൂടെയാണ് ആ കഥാപാത്രങ്ങൾ പൂർണ്ണത പ്രാപിക്കുന്നത്. അതിലൂടെയാണ് സിനിമയുടെ പൂർണ്ണമായിട്ട് ജനങ്ങളിലേക്ക് അവരുടെ. കാരണം നമ്മൾ എന്ത് കാര്യം ചെയ്താലും ആ കാര്യം ചേമ്പലയിലെ വെള്ളമായിട്ട് കാര്യമില്ല, അത് പഞ്ഞിയിൽ വീഴുന്ന വെള്ളമായിരിക്കണം. കാരണം പഞ്ഞിയിലാണെങ്കിൽ വെള്ളം അതുപോലെയാണ് ഒരു സിനിമ കാണുന്ന ഒരു പ്രേക്ഷകന്റെ മനസ്സും. അതും ഈ ലോഹിതദാസിന്റെ സിനിമ ആ സ്ക്രീൻ ഗാർഡ് തെളിയുമ്പോൾ തന്നെ നമുക്ക് ഒരു പ്രതീക്ഷയാണ്, ഒരു എക്സൈറ്റ്മെന്റ് ആണ്. അതാണ് കാരണം ലോഹിതദാസ് തിരക്കഥ നിർവഹിച്ചു എന്ന് പറഞ്ഞാൽ ആ സിനിമയിൽ അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്ന ആ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ ഭാവങ്ങൾ, അതാണ് ജീവിതാനുഭവങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ സിനിമകളെല്ലാം ജീവിതാനുഭവങ്ങളാണ്. ഏത് സിനിമ എടുത്തോളൂ ജീവിതാനുഭവങ്ങളാണ്. ആ ജീവിതാനുഭവങ്ങളുടെ തീച്ചൂളയിൽ നിന്നാണ് സിനിമ ഉണ്ടായിരിക്കുന്നത്. അതെ. ഈ ചക്രത്തിലായാലും നേരത്തെ പറഞ്ഞല്ലോ ലാലേട്ടനെ വെച്ചിട്ടാണെന്ന്. ലാലേട്ടന്റെ ആട് തോമയുടെ ഒരു എക്സ്ട്രീം ലെവലായിരുന്നു ശരിക്കും ലാലേട്ടൻ എഴുതി വെച്ചിരുന്നത്. കാരണം ഓരോ അന്നേരൊക്കെ ഈ ചുരത്തിലൊക്കെ ഓരോരോ നമ്പർ ഉണ്ട്, അവിടെ ഓരോ സ്ത്രീകൾ നിന്നിട്ടുണ്ടാവും, പ്രോസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള. അങ്ങനെ പറയുന്നില്ല, എന്നാലും അങ്ങനെ സ്ത്രീകളെ ലോറിയിൽ കയറ്റി കൊണ്ടുപോകുന്നു. അപ്പൊ സ്ത്രീ ലംബടനായിട്ടുള്ള ഒരു നായകൻ. അത് ലംബടത്വമല്ല, ആക്ച്വലി ലംബടത്വമല്ല. അതായത് ഒരാള് കർഷകനാകുന്നു. ഈ കർഷകനാകുമ്പോൾ അവന് സ്വാഭാവികമായിട്ട് അതിനോട് ചേർന്ന മാനറിസം. അതുപോലെ ഒരു ലോറി ഡ്രൈവർ എന്ന് പറയുന്നത് ഈ ലോറി പോയിക്കൊണ്ടിരിക്കുകയാണ്, ദീർഘദൂരമാണ് ഇതിന്റെ യാത്രയെല്ലാം. ഇവർക്ക് ഒരിക്കലും ഇവരെ വീട്ടിലെത്താൻ കഴിയാറില്ല, വൈഫിനെ കാണാൻ കഴിയാറില്ല. അപ്പൊ ഇവരുടെ മാനുഷികമായ ആവശ്യങ്ങൾ എപ്പോഴും ഇവർ ഇങ്ങനെയാണ് നിർവഹിക്കപ്പെടുന്നത്. അതിപ്പോഴും തമിഴ്നാട്ടിൽ നിന്നല്ല, ഇപ്പോഴും നമ്മൾ ഇവിടെ നിന്ന് കർണാടകയിലേക്കും ബോംബെയിലേക്കും ഒക്കെ പോയി കഴിഞ്ഞാൽ ഇതേ ഓരോ വണ്ടിപ്പാളയെങ്കിലും എല്ലാം ഉണ്ട്. കാരണം ഞാൻ തന്നെ എത്രയോ പേട്ടകളിൽ കണ്ടിട്ടുണ്ട്, പെൺകുട്ടികൾ വന്നിട്ട് അല്ലെങ്കിൽ സ്ത്രീകൾ വന്നിട്ട് രാവിലെ പോകുന്നത് കണ്ടിട്ടുണ്ട്. അവരാ ഓരോ ലോറികളിൽ കയറി അതിൽ ഈ ക്യാരക്ടർ അല്ലെങ്കിലും പെണ്ണുങ്ങൾ അതിലിങ്ങനെ ലോറി കൊണ്ടുപോകുന്ന ക്യാരക്ടർ ഇതില് പൃഥ്വിരാജ് അല്ലാതെ ചെയ്തവരുണ്ട് അതിൽ കാണിക്കാനായിട്ട്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഇതിൽ ലാലേട്ടന്റെ ഇമേജിന് കോട്ടം തട്ടുന്നുള്ളത് കൊണ്ട് ഈ ക്യാരക്ടർ ചെയ്തില്ല എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്, എവിടെയോ വായിച്ചിട്ടുള്ളത്. അതിനെക്കുറിച്ച് എനിക്ക് എന്നുവെച്ചാൽ ലോഹിതദാസ് സാർ എഴുതി വെച്ചത് അങ്ങനെയായിരുന്നു ആ സ്ക്രിപ്റ്റ്. കാരണം അതൊരു ലൈഫാണല്ലോ, ഒരു ലോറിക്കാരന്റെ ഒരു ലൈഫാണ്. സ്ത്രീകൾ ഇങ്ങനെ വന്നു പോകുന്നു, സ്ത്രീകളെ ഇങ്ങനെ വണ്ടിയിൽ കൊണ്ടുപോകുന്നു. നമ്മൾ ഈ സിനിമയിൽ മറ്റു ലോറിക്കാരൻ കാണിക്കുന്നത് ശരിക്കും നായകൻ കാണിക്കേണ്ടിയിരുന്ന ഒരു കാര്യമായിരുന്നു. ഇതില് വേറൊരു തലം ഉള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ പറയാം, എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. മോഹൻലാൽ അല്ലെ ലാലേട്ടൻ എന്ന് നമ്മൾ സ്നേഹത്തോടെ വിളിക്കുന്ന നമ്മുടെ ലാലേട്ടൻ മലയാള സിനിമ കണ്ട ഏറ്റവും വലിയ ഭാവാത്മക താളാത്മക നടനാരാണെന്ന് ചോദിച്ചാൽ, തന്മയത്വപൂർണ്ണനായ നടനാരാണെന്ന് ചോദിച്ചാൽ ഞാൻ മോഹൻലാൽ എന്ന് പറയും. ഏത് കഥാപാത്രത്തെയും സ്വാംശീകരിച്ച് അദ്ദേഹത്തിന് ഒരു കഥാപാത്രത്തിന് വേണ്ടിയിട്ട് റിസ്ക് എടുക്കുന്നതിനോ അല്ലെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ ആ പോയിന്റ് എനിക്ക് അത്ര കണ്ട് ഗ്രാഹ്യമാണെന്നോ അക്സെപ്റ്റബിൾ ആണെന്ന് തോന്നുന്നില്ല. അതെന്താന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ലാലേട്ടൻ എന്ന് പറയുന്ന നടൻ അങ്ങനെ ഒരു എതിർപ്പ് ഒരിക്കലും ഒരു
തിരക്കഥയിൽ കൈകടത്തുന്ന ഒരാളല്ല അദ്ദേഹം. പക്ഷെ ഞാൻ വായിച്ചു കേട്ടതും അറിഞ്ഞു കേട്ടതും ഇങ്ങനെ ഒരു സ്ത്രീ അല്ല, ഞാൻ അദ്ദേഹത്തിന്റെ ഒരു തലം പറയാം, ഈ ലാലേട്ടന്റെ ഒരു തലം പറയുകയാണ്. അതായത് ഇന്ന് വരെ നമ്മൾ വർക്ക് ചെയ്ത് വെച്ചിട്ടാണ് ഞാനീ പറയാം. അന്നത്തെ ബിനോയ്ക്ക് പറയാൻ കഴിയില്ല, ഇന്ന് എനിക്ക് പറയാൻ കഴിയും. 1-2 ചെറിയ പടങ്ങളൊക്കെ ഡയറക്റ്റ് ചെയ്തു, പ്രൊഡ്യൂസ് ചെയ്തു, അങ്ങനെയൊക്കെ ചെയ്തു വന്നിരിക്കുന്നുണ്ട്. നമുക്കറിയാം ലാലേട്ടൻ എന്താ ചെയ്യുന്നതെന്ന് അറിയാൻ പറ്റും. അപ്പോൾ ആ ലാലേട്ടൻ എന്ന് പറയുന്ന നടൻ അങ്ങനെ ഒരു എതിർപ്പ് ഒരിക്കലും പറയില്ല. അതിന്റെ ഏറ്റവും വലിയ തെളിവല്ലേ ഒടിയൻ. ഒടിയൻ ഒന്ന് ശ്രദ്ധിച്ചു നോക്കി, ഒടിയൻ. കാരണം ഏതെങ്കിലും ഒരു വ്യക്തി അങ്ങനെ ഒരു ഫേസ് ചേഞ്ച് വരുത്തി ഒരു അഭിനയിക്കുമോ? ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ആ ഒരൊറ്റ പടം പോരെ. അതിനു മുമ്പ് നമ്മുടെ പ്രിയദർശൻ സാർ സംവിധാനം ചെയ്ത കാലാപാനി, അതില് ലാലേട്ടൻ ഷൂ നക്കുന്ന ഒരു സീനില്ലേ, അദ്ദേഹത്തിന് വേണേൽ പറയാലോ ഞാൻ സൂപ്പർ സ്റ്റാറാണ്, ഞാൻ ചെയ്യൂല അത്. പക്ഷെ ആ കഥാപാത്രം, അപ്പൊ ഈ പറയുന്നത് സത്യമാണോ എന്ന് എനിക്കറിയില്ല. അതൊരു എന്റെ ധാരണയില് അതൊരു വ്യാജമായിട്ട് വന്നിരിക്കുന്ന ഒരാളാണ്. കാരണം ലാലേട്ടനെ എനിക്ക് ലാലേട്ടന്റെ പേഴ്സണലായിട്ട് അത്ര അടുപ്പില്ലെങ്കിലും ലാലേട്ടൻ എന്ന് പറയുന്ന കലാകാരനെ എനിക്ക് നന്നായിട്ടറിയാം. അദ്ദേഹം ഒരു കഥാപാത്രത്തിന് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കുന്ന ഒരാളാണ്. തന്മാത്രയില് ഡ്രസ്സില്ലാതെ അഭിനയിച്ചോ? ആര് ചെയ്യും? ഒന്ന് ആലോചിച്ച് നോക്കി. മെഗാ സൂപ്പർ സ്റ്റാർ അദ്ദേഹം പറയുകയാണ് ഞാൻ ആ ഷോട്ട് ചെയ്യൂല എന്ന് പറഞ്ഞാൽ ആ വേഷം കട്ട് ചെയ്യാലോ, ആ ഇത് കട്ട് ചെയ്യാലോ? ചെയ്തില്ലേ അദ്ദേഹം? ചെയ്തു. അപ്പൊ ആ അദ്ദേഹത്തിന് ഒരു ദാബയില് ഒരു സ്ത്രീ വരുന്നതോ അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ഒരു മിംഗ്ലിങ്ങോ ഒരു ചെയ്യുന്നതിന് കുഴപ്പമുണ്ടെന്ന് ഞാൻ ഇങ്ങനെ ഒരു ചർച്ച ഉണ്ടായിരുന്നു. അങ്ങനെ പല ചർച്ചകളും ആദ്യം ലാലേട്ടനും ദിലീപേട്ടനും ചെയ്യാനിരുന്നതായിരുന്നല്ലോ. അപ്പൊ അതിനുശേഷം നമ്മുടെ ഈ ഇതിലേക്ക് പുതിയ പൃഥ്വിരാജ് വന്നിട്ടുള്ള ആ ചക്രത്തിലേക്ക് വരുവാണെങ്കിലും ആ ക്യാരക്ടറിൽ ലോഹിത് സാറിന്റെ ആദ്യത്തെ സ്ക്രിപ്റ്റിൽ അങ്ങനെ ഉണ്ടായിരുന്നു എന്നാ കേട്ടത്. ആദ്യത്തെ സ്ക്രിപ്റ്റിലുണ്ട്, രണ്ടാമത്തേലുണ്ട്. അതിന്റെ ഒരു ആത്മാവ് എന്ന് പറയുന്നത് ഇതായിരുന്നു, ഈ ദാബയിലുള്ള സ്ത്രീകളും. അങ്ങനെയല്ല, അത് ആത്മാവ് അത് മാത്രമല്ല. അതായത് അത് അതിൻ്റെ ഒരു ക്യാരക്ടർ സ്കെച്ചാണ്. അതായത് ഒരു ക്യാരക്ടറൈസേഷനിൽ ഒരു ഫീച്ചറാണത്. പക്ഷെ ഇതില് പൃഥ്വിരാജ് പിന്നെ ചന്ദ്രഹാസൻ എതിർപ്പാണ്. പുള്ളി എപ്പോഴും ഇതില് ചന്ദ്രഹാസൻ എന്ന് പറയുന്നത് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ജീവിതം കൊണ്ടുപോകുന്ന ഒരാളാണ്. ഒരു പ്രളയമുള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് കുടുംബത്തിന് വേണ്ടി ത്യാഗം ചെയ്ത് കുടുംബത്തിന് വേണ്ടി എല്ലാം നഷ്ടപ്പെടുത്തി ജീവിക്കുന്ന ഒരാളാണ്. അതുപോലെ കൂട്ടുകാരൻ ഗിരി ആയാലും അദ്ദേഹത്തിന് ഫുൾ സപ്പോർട്ട് കൊടുക്കുന്ന ഒരാളാണ്. പിന്നെ ഇവർ തമ്മിൽ തെറ്റുന്നത് ഇയാള് ഈ അതായത് അതിൽ ചന്ദ്രഹാസനോട് ഗിരി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഈ കുത്തിയതിന് ശേഷം ചോദിക്കുന്നുണ്ട്, നിനക്ക് അവള് വന്നു കഴിഞ്ഞപ്പോ എന്നെ വേണ്ട അല്ലേടാ, എന്നെ ഒഴിവാക്കണം. അതെ, നീ എന്നെ ഒഴിവാക്കണല്ലേടാ. ഭയങ്കര സ്ട്രെസ്സിങ് ആണത്. അതായത് ചോദ്യതാ, ഇവനെ ഒഴിവാക്കുന്നു എന്ന് വരുന്നിടത്താണ് ആ ബന്ധം അയാൾ പിന്നെ ചതിക്കണമെന്ന് വിചാരിക്കുന്ന അവിടെ. നിനക്കത് വേണ്ടല്ലടാ, നീ അവളായിട്ട് സൂചിച്ചു വാഴുമല്ലടാ.